വളരെ സന്തോഷമുണ്ട്. ഒരു ആശ്വാസമാണ്. ആശ്വാസമുള്ള വലിയ സന്തോഷമാണ്. പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് SP ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കുന്നതുവരെ എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. കോടതി അലക്ഷ്യമാകാൻ പാടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? അപ്പോൾ ഇയാളുടെ ഒരു വാക്കാണ്, ഇയാൾക്ക് അറിയാമായിരുന്നു ഇയാളുടെ കസ്റ്റഡിയിൽ സാധനം ഉണ്ടെന്ന്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞത്? അപ്പോൾ ഇത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുവാൻ വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നാണ് എൻ്റെ ആരോപണം. ബാക്കി ചില കാര്യങ്ങൾ സ്വാഭാവികമായും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ ഇന്ന് ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് SP കൃത്യമായി അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കും. ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡിന് ഒന്നും മറയ്ക്കാനില്ല. ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായുമാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവിടെ ചെറിയൊരു സാങ്കേതിക പിഴവ് മാത്രം, അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായും സുതാര്യമായും വളരെ മാനുവൽ പ്രകാരവും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല, ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ഭയക്കേണ്ടതില്ല. പക്ഷേ ഈ വ്യക്തി മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നിട്ടും കള്ളം പറഞ്ഞതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് എൻ്റെ ചോദ്യം.